സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കുമെല്ലാം ഇടം പിടിച്ചൊരു പാലം. ഒരൊറ്റ പാട്ടുകൊണ്ട് മലയാളി മനസ്സിൽ ഇടം പിടിച്ച സ്ഥലം കിരീടം പാലം. മലയാളികൾ എക്കാലവും നെഞ്ചേറ്റിയ കിരീടം സിനിമയുടെ പല സുപ്രധാന സീനുകൾക്കും സാക്ഷിയായ പാലം. 1989 സിബി മലയിൽ സംവിധാനത്തിലൊരുങ്ങിയ ചിത്രം. സിനിമ പോലെ സിനിമാ ലൊക്കേഷനുകളുടെ അന്വേഷണം എത്തിച്ചത് ഇതാ ഈ മനോഹര തീരത്താണ്. ഒരു വശത്ത് വെള്ളായണിയുടെ സൗന്ദര്യം, മറുവശത്ത് പുഞ്ചക്കരിപ്പാടത്തിന്റെ പച്ചപ്പ്. സേതുവും കേശുവും കഥകൾ പറഞ്ഞിരുന്ന പാലം, ദേവിയൊത്ത് സേതു നടന്ന പാലം. അങ്ങനെ ഒരു സിനിമയുടെ പേര് തന്നെ പാലത്തിന് നൽകി. കല്ലാംപൊറ്റ പാലം എന്നാണ് നമ്മൾ സാധാരണ രീതിയിൽ അന്നത്തെ കാലത്ത് കല്ലാംപൊറ്റ. അവിടെ നിന്ന് കുഴിച്ചു നോക്കിയാൽ വെറും ഈ ചൊറി പിടിച്ച കല്ല് മാത്രമേ അവിടെയൊക്കെ കിണട് വെട്ടിയാലും കാണുള്ളൂ, കുഴിച്ചാലും കാണുള്ളൂ. അതുകൊണ്ട് അന്ന് കല്ലാംപൊറ്റ എന്ന് അന്ന് പണ്ടുള്ളവർ അങ്ങനെ പറഞ്ഞു. കിരീടം സിനിമ കഴിഞ്ഞപ്പോൾ അവർ ഈ കിരീടം പാലം എന്ന് അതിനെ സംബോധന ചെയ്തു. അതങ്ങനെ ഇപ്പോൾ അതൊരു ഫേമസായി മാറി. നമുക്ക് നമ്മളെ നാടായതുകൊണ്ട് നമുക്ക് അത്രയും ഇതില്ലെങ്കിലും വരുന്നവർക്ക് ഭയങ്കര കൗതുകമാണ്. ഇതാണ് സ്ഥലം. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി എന്ന എക്കാലത്തെയും മികച്ച ഗാനത്തെ അഭിനയിച്ച് ലാലേട്ടൻ ഓരോരുത്തരുടെയും മനസ്സിൽ പതിപ്പിച്ച സ്ഥലം. വിവിധ സമയങ്ങളിലുള്ള വെള്ളായണിക്കായലിന്റെ മനോഹാരിതയും പാലത്തിന്റെ ഏകാന്തതയും കൃത്യമായി സിനിമയിൽ കാണാം. ഇതിന്നും ആസ്വദിക്കാനായി നിരവധി പേരാണ് ഇവിടെ എത്തുന്നത്. കിരീടം പാലം വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്ന പദ്ധതി ഒരുങ്ങിക്കഴിഞ്ഞു. ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ സമ്മാനം എന്നാണ് മന്ത്രിയുടെ കുറിപ്പ്. വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നതോടെ ഇനിയും ഒരുപാട് പേർ കിരീടം പാലം തേടി വരും. സേതു സഞ്ചരിച്ച വഴിയിലൂടെ നടക്കും. വർഷങ്ങൾക്കിപ്പുറവും ഒരു സിനിമ ഇങ്ങനെ ഓർമ്മിക്കപ്പെടും. സേതുവും അച്യുതൻ നായരും ദേവിയുമെല്ലാം മലയാളികൾ ഇങ്ങനെ പിന്നെയും ഓർത്തുകൊണ്ടേയിരിക്കും. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എം എല്ലിനും രാഹുൽ കൃഷ്ണയ്ക്കുമൊപ്പം റിപ്പോർട്ടർ സുനിഷ അയ്യല്ലൂർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.